സിസ്റ്റമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ സിമ്പിൾ പെൻഡുലംസ് ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് താഴെ ഒരു വേവ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. കാണുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അതായത് ഇതിൻ്റെ വെലോസിറ്റി മാറ്റി വലിക്കുന്നതിനനുസരിച്ച് ഇതിലെ വേവിൻ്റെ ലെങ്ത് മാറി വരുന്നുണ്ട്. നേരത്തെ വലിച്ചതിനേക്കാളും വെലോസിറ്റി കുറച്ചാണ് വലിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വേവിന് ഒരു ഡിഫറൻസ് വരും. അതായത് ഇതിൽ കൂടുതൽ വേവ്സ് ഉണ്ടാവും. നേരത്തെ ഒരെണ്ണേ ഉണ്ടായുള്ളൂ, ഇനി ഒന്നിലധികം ഉണ്ടാവും. അടുത്തത് കണക്ട് ചെയ്തിട്ടുള്ള 2 പെൻഡുലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അവിടെ അൺഹാർമോണിക് വേവാണ് ഉണ്ടാവുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത്ത് ഡിഫറെൻ്റ് ആണ്. ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് ഇത് ഓസിലേറ്റ് ചെയ്യുന്ന പീരീഡ് മാറിക്കൊണ്ടിരിക്കും. പീരീഡ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക ഒരു അൺഹാർമോണിക് മോഷൻ ആയിരിക്കും. ഇവിടെ 2 പെൻഡുലാണുള്ളത്. നേരത്തെ കണ്ടത് ഒരു സിമെട്രിക് വേവ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാവുക ഒരു അസിമെട്രിക് ആയിരിക്കും, അതായത് അൺഹാർമോണിക് വേവ് ആയിരിക്കും. സാധാരണ നമ്മുടെ എർത്തിൽ കാണാൻ ഇതുപോലുള്ള മോഷൻസ് ആണ്, ആകെ കയോട്ടിക് ആയിട്ടുള്ള ഒരു മോഷൻ. അതിന് കാരണം ഇതാണ്, ഓരോ മോളിക്യൂൾസും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആയി ഉണ്ടാവുക ഇതുപോലെ ഒരു അൺഹാർമോണിക് ആയിട്ടുള്ള വേവ് ആയിരിക്കും. ലിക്വിഡിൻ്റെ പ്രതലത്തിലുള്ള വേവ്സിനെ കാണിക്കാനാണ് ഇനി പോകുന്നത്. ഇതുവരെ നമ്മൾ പെൻഡുലങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്തത്. ഇവിടെയും പെൻഡുലം വെച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാക്കും. അത് ഈ ബിയോററ്റ് ഉപയോഗിച്ച് ഡ്രോപ്സ് ആയി താഴോട്ട് വീഴുമ്പോൾ ഈ ലിക്വിഡിൻ്റെ സർഫസിൽ വേവ് ഉണ്ടാവും. ഇത് രണ്ടിൻ്റെയും ഡ്രോപ്സ് വീണ് വേവ് ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ ഈ നടുഭാഗത്ത് വെച്ചിട്ട് കൂടിച്ചേരും. അത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതിൽ ഇംപ്രവൈസേഷൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇലക്ട്രിക്കൽ വൈബ്രേറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യാറ്. പക്ഷേ അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി കൺവേർട്ടർ എന്ന് പറഞ്ഞ ഒരു ഉപകരണം കൂടി ഉപയോഗിക്കണം. അത് അതിലും വിലയുള്ളതാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ക്ലാസ്സുകളിൽ തന്നെ ചെയ്യാവുന്ന തരത്തിലാണ് ഞങ്ങളിത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ കാണാം. അവിടെ ഈ ഇൻ്റർഫിയറൻസ് നടക്കുമ്പോഴുള്ള ബാൻഡ്സ്, ലൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും കാണാം. അവർ തമ്മിലുള്ള വിഡ്ത്ത് ഇതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരും. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ, അതായത് ഡ്രോപ്സ് കൂടുതൽ പെട്ടെന്ന് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. ഇനി ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതുപോലെ ഡ്രോപ്സ് ആയി വീഴുകയാണെങ്കിൽ ബാൻഡിൻ്റെ വിഡ്ത്ത് കൂടി വരും. ഒരേ ഫ്രീക്വൻസിയിലുള്ള 2 ട്യൂണിംഗ് ഫോർക്കുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ള 2 ട്യൂണിംഗ് ഫോർക്കുകൾ തമ്മിൽ ഇങ്ങനെ വേവ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തമ്മിൽ ചേർന്ന് ബീഡ്സ് ഉണ്ടാവും. ആ ബീഡ്സ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്പീക്കർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. ആ തെർമോക്കോള് ഈ ബീഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നല്ല ഹൈറ്റിൽ പൊങ്ങുകയും അത് കഴിഞ്ഞാൽ ബീഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ വിസിബിളായി നമുക്കത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളിതിൽ വരുത്തിയ ഇംപ്രവൈസേഷൻ. ഏഡർ എന്ന് പറയുന്ന ഉപകരണമാണ്. ഇവിടെ നേരത്തെ സിമ്പിൾ പെൻഡുലം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഓസിലേഷൻ പോലെ 2 ഓസിലേഷൻസ് ഉണ്ടാക്കും. ഇത് ഒരു പെൻഡുലം, ഈ പലക വെച്ചിട്ടുള്ള ഒരു പെൻഡുലം, ഈ കുപ്പി മറ്റൊരു പെൻഡുലം ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയി ഉണ്ടാകുന്ന വേവ് അതിന് താഴെ ഉണ്ടാവും. വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് മോഷനാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഇതിൽ റെസണൻസ് നടക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് താഴെ കിട്ടുന്ന ഷേപ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് എലിപ്സ് കിട്ടും. അതിന് മാത്തമാറ്റിക്കലായിട്ടുള്ള ഓരോ ഇക്വേഷൻസ് അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുക. എലിപ്സ് പിന്നെ സ്ട്രെയിറ്റ് ലൈനായി, സ്ട്രെയിറ്റ് ലൈൻ ചേഞ്ച് ചെയ്ത് വീണ്ടും എലിപ്സ് ആവുന്നു. അടുത്തത് സർക്കിളിലേക്കാണ് വരുന്നത്. ഇതെല്ലാം പീരിയോഡിക് മോഷൻസ് ആണ്. എല്ലാം ചേർന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറാണ് താഴെ കിട്ടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് വഴി റെസണൻസ് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ വെയിറ്റ് കൂടിയ പെൻഡുലത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഇതിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഇതിൻ്റെ ഡയറക്ഷനിലാവാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിനനുസരിച്ച് താഴെ കിട്ടുന്ന പീരിയോഡിക് മോഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും.
മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അപ്പോൾ ഇതിനെതിരെ ഒരു ബോധവൽക്കരണം എന്നാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്ത ഒരു പ്രോജക്റ്റാണിത്. നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. പേരെന്താണ്? വിഷ്ണുസിയ. പ്രീതിൻ തങ്കച്ചൻ. നിങ്ങൾ ഏത് ജില്ലയാണ്? എറണാകുളം. ഇതിൻ്റെ പേരാണ് ആൽക്കഹോളിക് ഡിറ്റക്ടർ ഫോർ ഓട്ടോമൊബൈൽസ്. ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയാണ്. ഇതിനകത്തേക്ക് ആൽക്കഹോളിൻ്റെ മണം അടിക്കുകയും വണ്ടി നിന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായി വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് GVHSS വട്ടേനാട് വിദ്യാർത്ഥികൾ തെളിയിച്ചിരിക്കുന്നത്. ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഇതൊരു DC മോട്ടർ. ഈ DC മോട്ടറിനോട് ബന്ധിപ്പിച്ച ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവിന്റെ അടിയിൽ 2 ബ്രഷുകളും അതിനടിയിൽ ഒരു സ്പോഞ്ചും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ DC മോട്ടറിലേക്ക് ഒരു DC കറണ്ട് ലഭിക്കണം. നമുക്കിത് വീടുകളിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു AC കറണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മോട്ടറിന്റെ പവർ എന്ന് വെച്ചാൽ 12 വോൾട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ AC കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ വെച്ച് 12 വോൾട്ടാക്കി മാറ്റി അതിനെ റെക്ടിഫൈ ചെയ്ത് DC കറണ്ടാക്കി മാറ്റുന്നു. ഈ DC കറണ്ട് DC മോട്ടറിലേക്ക് ലഭിക്കുമ്പോൾ DC മോട്ടർ പ്രവർത്തിച്ച് ഈ സ്ക്രൂ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ വശങ്ങളിലെ ബ്രഷുകൾ കറങ്ങി വശങ്ങളിലെ ചളിയും അടിയിലെത്തുമ്പോൾ അടിയിലെ സ്പോഞ്ച് അടിവശത്തെ ചളിയും കഴുകുന്നു. അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് ഈ ലിമിറ്റ് സ്വിച്ചുകൾ വളരെ ഉപകാരപ്രദമാണ്. ഈ മോട്ടർ വെച്ച പ്ലേറ്റ് കറങ്ങി താഴോട്ട് വരുമ്പോൾ ഒരു അടിയിലുള്ള ലിമിറ്റ് സ്വിച്ചിൽ തട്ടുമ്പോൾ ഈ സ്വിച്ച് ഓഫായി മുകളിലോട്ട് തിരിഞ്ഞ് കറങ്ങുന്നു. അതുപോലെ ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരുപാട് പ്രാവശ്യം കറങ്ങി ഇറങ്ങുമ്പോൾ വശങ്ങളിലെയും അടിഭാഗത്തെയും ചളി അധികവും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന ചളിവെള്ളം നമുക്ക് ഔട്ട്ലെറ്റിൽ കൂടെ കളയാം. ഈ DC മോട്ടറിന്റെ പ്രവർത്തന ഫലമായാണ് ഈ സ്ക്രൂ താഴോട്ടും മുകളിലോട്ടും ഇറങ്ങിക്കയറുന്നത്. താഴോട്ടും മുകളിലോട്ടും ഇറങ്ങിക്കയറുന്ന സ്ക്രൂവിന്റെ അടിവശത്തും സൈഡിലുമായിട്ട് ബ്രഷുകളും സ്പോഞ്ചും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വശങ്ങളിൽ ഘടിപ്പിച്ച ബ്രഷ് അതിന്റെ കറങ്ങുമ്പോൾ അതിന്റെ വശങ്ങളുടെയും അടിഭാഗത്ത് ഘടിപ്പിച്ച സ്പോഞ്ച് അടിവശത്തെയും വൃത്തിയാക്കുന്നു. ദ്രാവകങ്ങളുടെ മർദ്ദം പ്രയോജനപ്പെടുത്തി വാഹനങ്ങളുടെ ബ്രേക്ക് നിർമ്മിക്കാൻ സാധിക്കുമോ? കായംകുളം ഗവൺമെന്റ് UPS സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വർക്കിംഗ് മോഡൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. ഭാരം കൂടിയ വാഹനങ്ങളെ പെട്ടെന്ന് നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. ഒരു ദ്രാവകത്തിന്റെ ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം ഇരട്ടിയായി പല ഭാഗത്തേക്ക് എത്തിച്ചേരുക എന്ന തത്വമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനെ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നു. ഈ മാസ്റ്റർ സിലിണ്ടറിന്റെ പിസ്റ്റൺ അമരുമ്പോൾ ട്യൂബുകളിലൂടെ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന പദാർത്ഥം മറ്റ് വീലുകളോടനുബന്ധിച്ചുള്ള സിലിണ്ടറുകളിലെത്തുകയും അതിൻ്റെ പിസ്റ്റണിനെ മുൻപോട്ട് ചലിപ്പിച്ച് വീലുമായുള്ള ഘർഷണം മൂലം വാഹനത്തിൻ്റെ ചലനം നിൽക്കുന്നു. നാം ഇവിടെ 10 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അത് വീലുകളുടെ അടുത്തുള്ള സിലിണ്ടറുകളിലെത്തുമ്പോൾ ഇരട്ടിയായിരിക്കും. എത്ര സിലിണ്ടറുകളുണ്ടോ അവിടെ ഇതിൻ്റെ ഇരട്ടി വെച്ച് എത്തും. അതായത് 2 സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ 20 വെച്ച് 2 ആകുമ്പം 40 ന്യൂട്ടൺ ബലം എത്തിച്ചേരും. ഇത് നമ്മൾ 10 സെൻറ്റിമീറ്റർ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അത് എത്ര സിലിണ്ടർ ഉണ്ടോ അതുമായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും ഇവിടെ ഉയരുന്നത്, പിസ്റ്റൺ ഉയരുന്നത്. ഇവിടെ 10 സെൻറ്റിമീറ്റർ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 വെച്ച് മുൻപോട്ട് ഉയരുകയുള്ളൂ.